ഹോംവർക്കായിരിക്കും ഇനി നിങ്ങൾക്ക്. പുതിയ നിയമം, പ്രത്യേകിച്ച് സുവിശേഷം, എല്ലാം 4 സുവിശേഷങ്ങൾ ഇതുപോലെ നിങ്ങളൊന്ന് വായിക്കണം. ഓക്കെ, ടേക്കപ്പ് മാത്യു 1:18 മുതൽ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 അല്ലെങ്കിൽ ഒരു 20 മുതൽ അല്ലെങ്കിൽ 20 വായിച്ചോ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20 മുതൽ വായിക്കും. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഔസേപ്പിനോട്, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്നു പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളിച്ചെയ്തു. ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ബൈബിൾ വായിച്ചു വരുമ്പോൾ, പുതിയ നിയമം വായിച്ചു വരുമ്പോൾ ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഇന്നലത്തെ സുവിശേഷ വായനയിൽ നിധി കണ്ടെത്തിയ കാര്യമൊക്കെ പറഞ്ഞില്ലേ? മത്തായി 13 അവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ് ഇങ്ങനെയാണ്. മത്തായി 13:52 അതിൽ പറയുന്നത്, സ്വർഗരാജ്യത്തിലെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്ത് വിളമ്പുന്ന ഒരു വീട്ടുടമസ്ഥന് തുല്യനായിരിക്കും. കണ്ടല്ലോ? ഇത് മനസ്സിലായോ എന്താന്ന്? ഇനി ഇത് വളരെ ബുദ്ധിമുട്ടായത് മനസ്സിലായിട്ടുള്ളവർക്ക് ഭാഗ്യവാന്മാർ. എന്നാൽ ഇത് ഞാൻ വേറെ മനസ്സിലാക്കാൻ പോകാം. ഇപ്പോൾ ഇതിന് മനസ്സിലാകണമെങ്കിൽ 2-3 അവിടുത്തെ പ്രാദേശിക അവസ്ഥ മനസ്സിലാക്കണം, അവിടുത്തെ ലോക്കൽ കൾച്ചർ. ഇപ്പം നമ്മുടെ നാട്ടിൽ വീട്ടിലാരെങ്കിലും വരുമ്പോൾ നമ്മൾ ചോദിക്കും, കള്ള് വേണമെന്ന് ചോദിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ എന്ത് ചോദിക്കും? ചായ വേണോ, കാപ്പി വേണോ ചോദിക്കും. അല്ലെങ്കിൽ കാപ്പിയോ ചായയോ വിളമ്പും. എന്ന മാതിരി അവരുടെ നാട്ടിൽ ഒരാൾ വീട്ടിൽ വന്നാൽ ആ വീട്ടുടമസ്ഥൻ ഉടനെ കെല്ലർ എന്ന് പറഞ്ഞ ബേസ്മെൻറ്റിൽ പോയിട്ട് വീഞ്ഞിൻ്റെ അറയാണ് അവിടെ, വീഞ്ഞിൻ്റെ അറ, വീഞ്ഞിൻ്റെ എന്താ പറയുന്നത്, തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും ഓരോ കുപ്പി എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ആദ്യം പുതിയത് വിളമ്പും. അത് കുടിച്ച് ഒരുവിധം എങ്ങനെയുണ്ട്, നല്ല സുഖമായെന്ന് പറഞ്ഞ് ലഹരിയായി കഴിഞ്ഞാൽ മാത്രമേ പഴയത് വിളമ്പാറുള്ളൂ. ഇത് നമ്മൾ കനായിലെ കല്യാണത്തിൽ കലവറക്കാരൻ പറയണത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അവിടുത്തെ ഒരു കൾച്ചറാണ്. അപ്പോൾ ഇവിടെ ഈശോ പറയാണ്, സ്വർഗരാജ്യത്തിലെ ശിഷ്യനായി തീർന്ന ഒരു നിയമജ്ഞൻ. 3 തരത്തിലുള്ള ശിഷ്യന്മാരാണുള്ളത്. ഒന്ന് ഈശോയുടെ ശിഷ്യന്മാർ, മറ്റൊന്ന് ഫരിസേയരുടെ ശിഷ്യന്മാർ, മറ്റൊന്ന് യോഹന്നാൻ മൗന്താനയുടെ ശിഷ്യന്മാർ. ഇവിടുത്തെ സിറ്റുവേഷൻ, ഫരിസേയനും നിയമജ്ഞനായിരുന്ന ഒരാൾ ഇപ്പോൾ സ്വർഗരാജ്യത്തിലെ ശിഷ്യനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കാൻ ആരംഭിച്ചു, യേശുവിൻ്റെ ശിഷ്യനായി. ഇനി അവൻ എന്ത് ചെയ്യണം? അങ്ങനെ അവൻ യേശുവിൻ്റെ ശിഷ്യനായി തീർന്നാൽ ഇനി അവൻ ആദ്യം പുതിയത് കുടിക്കണം, പിന്നെ പഴയത്. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയ്ക്ക് അവന് പഴയ നിയമം ശരിക്കും അറിയാലോ. പക്ഷേ അവൻ ഇനി എന്ത് ചെയ്യണം? അവൻ ഇനി പുതിയത് കുടിച്ചിട്ട് ആ പുതിയതിൽ നിന്ന് പഴയതിലേക്ക് പോകണം. കണ്ടോ? ഇതാണ് ഞാൻ ഈ പഠിപ്പിക്കുന്ന മെത്തേഡ് ഓഫ് ബൈബിൾ. അപ്പം ഇതൊരു പെഡഗോഗി ആയിട്ടാണ് അവിടെ പറയുന്നത്. ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും. പക്ഷെ നമുക്കിത് പലതും മനസ്സിലാവും. ഇത് ഈ ഇതൊക്കെ തോമസ് പോളെ തിരികെ എങ്ങനെ മനസ്സിലായി? ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ആ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി തരണത്. ഇതിപ്പോൾ ശരിക്കും മനസ്സിലായില്ലേ? ഇത് സിങ്ക് ആവുന്നില്ലേ? ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടോ? ഇല്ല.
ഇനി നമ്മളത് എങ്ങനെയാണ് പ്രാവർത്തികമാകണതെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇപ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചു, യോസഫ് ഹൃദയം പൊട്ടി കരയാണ്. അവൻ്റെ വിവാഹം കഴിക്കാനിരിക്കുന്ന പെണ്ണ് ഗർഭിണിയായിരിക്കണം. ആ വേദന സമയത്ത് മാലാഖ വന്ന് പറയുകയാണ്, നീ എൻ്റെ ഭാര്യ പരിശുദ്ധാത്മാവിലൂടെയാണ് ഗർഭിണിയായിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ ജോസഫിനത് അത്രയും കൺവിൻസ് ആയിട്ടില്ല. കാരണം അങ്ങനെ സാധാരണ രീതിയിൽ. അതുകൊണ്ട് മാലാഖ രണ്ടാമതൊരു കാര്യം പറയാൻ, എന്താണ് ഇത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. ഉടനെ ജോസഫ് ചാടി എഴുന്നേറ്റു. ഓഹോ, ഇതാണല്ലേ ഏശയ്യായിൽ ഏശയ്യായിലെ ആ കന്യക എൻ്റെ ഭാര്യയാണ്. വളരെ ക്ലിയർ വിശ്വാസമായി കണ്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ വായിച്ചു, ഇത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പൂർത്തിയാകാൻ വേണ്ടിയാണെന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ നിർത്തണം. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നു നമ്മളോട്, ഏത് പ്രവാചകൻ എന്ന് പറഞ്ഞു? ഇത് നമ്മൾ അറിയണം. എങ്ങനെ അറിയും? പുസ്തകത്തിൻ്റെ ഫുട് നോട്ടിൽ നോക്കണം. അപ്പോൾ ആ ഫുട് നോട്ടിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഫുട് നോട്ട് ഏറ്റവും താഴെ പോയി നോക്ക്. ഫുട് നോട്ട് ഏറ്റവും താഴെ നോക്ക്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആ വചനത്തിൻ്റെ സമാന്തരമായിട്ട് 1:23 സമാന്തരമായിട്ട് എഴുതിയിരിക്കുന്നു ഏശയ്യ 7:14. ഇനി നമുക്ക് ഏശയ്യ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണെന്ന് മനസ്സിലാക്കണം എന്നായിരിക്കാം. അപ്പോൾ അതിന് ഏശയ്യായുടെ പുസ്തകത്തിലേക്ക് പോയിട്ട്, ഇപ്പം മത്തായി വിടരുത്, അവിടെ ഒരു കൈവച്ചിട്ട് ഏശയ്യായുടെ പുസ്തകത്തിലേക്ക് പോയിട്ട് 8-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ പ്രവാചക ദൗത്യം നിറവേറ്റിയ വ്യക്തിയാണ്. അപ്പോൾ ആദ്യം ഏശയ്യായെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു സൂചനയായിട്ട് ഏശയ്യായുടെ പുസ്തകത്തിൻ്റെ ആമുഖം വായിച്ചിട്ട് BC 8ാം നൂറ്റാണ്ട്, അതായത് ക്രിസ്തുവിന് ഏതാണ്ട് 750-725 വർഷത്തിൻ്റെ ഇടയിൽ ജീവിച്ചിരുന്ന ആളാണ് പ്രവാചക ദൗത്യം. ഇപ്പോൾ ഒരു കണക്ക് കൂട്ടലായില്ലേ? ഈ സംഭവം നടക്കുന്നതിന് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചത് ഇപ്പോൾ പൂർത്തിയാകുകയാണ്. ഇനി ഏശയ്യ 7:14 വായിക്കും. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. കർത്താവ് തന്നെ നിനക്ക് ഒരു അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. അതാണ് ഒരു കന്യക. യുവതി എന്ന് പറയുമ്പോൾ വെർജിൻ, അതായത് ഒരു വെർജിൻ വൂമ്പിൽ നിന്നാണ് ഉണ്ടാകുന്നത്. 7:14. ഓക്കെ, അതായത് ഒരു പുരുഷ ബീജമില്ലാതെ. ഓക്കെ, അതതിൻ്റെ വേറെ വശം. നമ്മളിപ്പോൾ പഠിക്കുന്നത് ബൈബിൾ പഠിക്കുന്നതിൻ്റെ ഒരു മെത്തഡോളജിയാണ്. ഇനി തുറന്ന് മത്തായിലേക്ക് വരാം. മത്തായിലേക്ക് വന്ന് 2-ാം അധ്യായത്തിൽ പെട്ടെന്നൊന്ന് വായിച്ചോ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ജ്ഞാനികൾ വന്ന് അവിടെ വന്നു, ഹെറോദേസിൻ്റെ അരമനയിൽ വന്നു. 4 മുതൽ വായിച്ചേ. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു. സ്റ്റോപ്പ്. ഹലോ, പ്രവാചകൻ എഴുതിയിരിക്കുന്നു. ആര് പറയണു? ഹെറോദേസിനൊന്നും അറിയില്ല. ഹെറോദേസിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള പ്രീസ്റ്റുകളും ജ്ഞാനികളും വന്നിട്ട് പറഞ്ഞു, യെസ് അങ്ങനെ ഒരു ഉണ്ടാവുന്ന പ്രവാചകൻ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അതിവിടെ സംഭവിക്കും. അതോടെ ഇദ്ദേഹം അപ്സെറ്റായി. അപ്പോൾ ഏത് പ്രവാചകൻ എപ്പോൾ പറഞ്ഞു? മിഖാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5:2. ഇനി ഞാൻ പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ മിഖാ പ്രവാചകൻ്റെ ആമുഖം വായിക്കുമ്പോൾ മനസ്സിലാവും മിഖാ പ്രവാചകനും ഈ ഏശയ്യായുടെ സമകാലികനായിരുന്നു എന്ന് മനസ്സിലാവും. അങ്ങനെ ആ മിഖാ പ്രവാചകൻ എഴുതിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഓക്കെ, അപ്പോൾ അത് വായിക്കുമ്പോൾ മനസ്സിലായി, അപ്പോൾ അന്ന് മിഖാ പ്രവാചകനിലൂടെ കൃത്യമായിട്ട് ഏത് സ്ഥലത്താണ് ജനിക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ GPS ലിങ്ക് വരെ തന്നിട്ടുണ്ട്. കറക്റ്റ് ആ സ്പോട്ടിൽ GPS-ലൂടെ വണ്ടി ഓടിച്ച് കൊണ്ടുചെല്ലുന്ന മാതിരിയാണ് നക്ഷത്രം. ഈ GPS എന്നല്ല ഇവിടെ പറയണേ, മനസ്സിലായില്ലേ? നാവിഗേറ്ററിലൂടെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയ മാതിരിയായി. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ 13 മുതലൊന്ന് വായിച്ചേ. വായിച്ചോളൂ. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫിനോട് പറഞ്ഞു,
എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹേറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹേറോദേസിന്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഏത് പ്രവാചകനാണ്? അടിക്കുറിപ്പിൽ നോക്കൂ, ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഇതാണ്, ഇത്ര പഠിച്ചാൽ മതി. ഇങ്ങനെ ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ഫീലിംഗ് തോന്നണില്ലേ? എന്ത് ഫീലിംഗാണ് തോന്നുന്നത്? എന്ത് ഫീലിംഗാണ് നിനക്ക് തോന്നണേ? കണക്ഷൻ. അതാണ്, ഇങ്ങനെ കണക്ട് ചെയ്യണം. പുതിയതിൽ നിന്ന് പഴയതിലേക്ക് പോകുമ്പോൾ ഓഹോ, അന്ന് അങ്ങനെ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിൽ ഉള്ള വിശ്വാസത്തിൻ്റെ വർധനവ്, ഇതായിരിക്കും വിശ്വാസത്തിൻ്റെ വർധനവ്. മാതാവിനോട് എലിസബത്ത് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. അങ്ങനെ ഒരു വിശ്വാസം നമ്മളിൽ വർദ്ധിക്കുകയും ചെയ്യും. എങ്ങനെ? കർത്താവ് അത് അവിടെ ചെയ്തത് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ പഴയ നിയമത്തിൽ അരുളി ചെയ്തതെല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ അകത്ത് വരും. അത് നമ്മളുടെ അകത്ത് സിങ്കാവും. നമ്മുടെ അകത്ത് ചുമ്മാ വചനമല്ല, അരുളി ചെയ്തു, ഇവിടെ പൂർത്തിയായി. അങ്ങനെ അത് മുഴുവനും കാണുമ്പോൾ ദൈവമേ, ഈ ബൈബിള് ഇത് ചുമ്മാ ഒരു കഥയല്ലല്ലോ, കർത്താവിൻ്റെ വചനം മാത്രമല്ല പറഞ്ഞത് അതേപടി പൂർത്തിയായിരിക്കുന്നുവെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളിൽ കർത്താവ് പറയുമ്പോൾ ഇതും പൂർത്തിയാകും. അങ്ങനെ ഒരു വിശ്വാസം വരുമ്പോഴാണ് കർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റണത്. കേൾക്കാൻ പറ്റുക മാത്രമല്ല, നമ്മളതൊരു ഡയറിയിൽ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഏശയ്യായോട് പറഞ്ഞ മാതിരി തന്നെയാണ് ഇപ്പോൾ തോമസ് പോളിനോടും പറയണത്. അതേ കർത്താവ് തന്നെയാണ് ഇപ്പോൾ ഇത് പറയുന്നത്. അതുകൊണ്ടിത് പൂർത്തിയാകും. നമ്മൾ ഓരോരുത്തരും ദൈവസ്വരം ശ്രവിക്കുമ്പോൾ നമുക്ക് ആ കൺവിക്ഷൻ കിട്ടും. അപ്പം നമ്മുടെ വിശ്വാസം വളരും. പിന്നെ പ്രാർത്ഥന മാറി. പിന്നെ പ്രാർത്ഥന അങ്ങോട്ട് പറയണല്ല, കർത്താവ് ഇങ്ങോട്ട് പറയും, നീ ഒന്ന് പറഞ്ഞാൽ മതി, കാര്യം നടക്കും. അപ്പോൾ പ്രാർത്ഥന എന്തായി? നമ്മൾ അങ്ങോട്ട് ഒരുപാട് പറയുകയല്ല, കർത്താവേ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് നിറവേറും. അതാണ് പ്രാർത്ഥനയുടെ അത്യുച്ചകൂടി അനുഭവത്തിലേക്ക് വരുന്നത്. മാത്രമല്ല വിശ്വാസം ഇങ്ങനെ വളരും. ഓക്കെ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, അവസാനം പറയാം. ഇതൊരു കോൺട്രവേഴ്സ്യൽ പോയിൻ്റാണ്. നിങ്ങൾ ഇത്രയും വളർന്ന ആളുകൾ ആയതുകൊണ്ട് ആ വളർച്ചയുടെ വ്യൂ പോയിന്റിലൂടെ ചിന്തിക്കണം കേട്ടോ. ഇത് ആർഗ്യുമെൻ്റ് ഒന്നും ചെയ്യരുത്. മനസ്സിലായില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. പരിശുദ്ധാത്മാവെ എനിക്ക് മനസ്സിലാക്കി തരണേ. അതായത് ഇത് ഒരു അധിക പ്രസംഗം ആയിട്ട് ചിന്തിക്കരുത്, അതിപ്രസരണമായിട്ട് ചിന്തിക്കരുത്. നമ്മൾ പലപ്പോഴും പറഞ്ഞു, കൽപ്പനകളുടെ പാലനത്തിലൂടെ അല്ല രക്ഷ ലഭിക്കുന്നത്. അതിപ്പോൾ ഇതിനിടയ്ക്ക് മനസ്സിലായല്ലോ. എന്ന് വിചാരിച്ച് കൽപ്പന റദ്ദാക്കാനല്ല വന്നിരിക്കുന്നത്, പൂർത്തിയാക്കാനാണ്. അപ്പോൾ കൽപ്പന നമ്മളെല്ലാവരും പാലിക്കും. എങ്ങനെ പാലിക്കും? യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടും ജനനത്തിലൂടെയും യേശുവിൻ്റെ കൃപ നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കൽപ്പന പാലിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു എക്സാജുറേറ്റഡ് അല്ലെങ്കിൽ വേറൊരു വശം പറയാണ്, ഈ കൽപ്പന മറ്റൊരു വിധത്തിൽ ആദവും ഹവയോടും ദൈവം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആദവും ഹവയോടും ദൈവം കൽപ്പനയായിരുന്നില്ലേ? അതും അവർ ഡിസൊബീഡിയൻ്റ് അല്ലേ ചാടിച്ചത്. അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, അവർക്ക് ഉത്ഭവഭാവം ഉണ്ടായിരുന്നോ? മനസ്സിലായോ? അവർക്ക് ഉത്ഭവഭാവം ഉണ്ടായത് അവർ പാപം ചെയ്തുകൊണ്ടാണല്ലോ. ശ്രദ്ധിക്കണേ, അവർക്ക് ഉത്ഭവഭാവം ഇല്ലാതിരുന്ന സമയത്ത് പോലും അവർക്ക് കൽപ്പന പാലിക്കാൻ പറ്റില്ല.
പിന്നെ എങ്ങനെയാണ് ഉത്ഭവഭാവമുള്ള, നമ്മൾക്കിപ്പോൾ ഉത്ഭവഭാവമില്ല, ഉത്ഭവഭാവം ഉണ്ടായിരുന്ന ഫരിസേയരും നിയമജ്ഞരും അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ ആളുകൾ എങ്ങനെ ഇത് പാലിക്കാൻ പറ്റും? അപ്പോൾ ഇത് പാലിക്കാൻ പറ്റുന്നത് ഉത്ഭവഭാവം മാറ്റിയതിലൂടെ മാത്രമല്ല, നമ്മളെ പഴയ ആദത്തിൻ്റെ ആ മണ്ണിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പുതിയ ആദത്തിൻ്റെ വിണ്ണിൻ്റെ സ്വഭാവത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ കൽപ്പന പാലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടി പറയാം, ഉത്ഭവഭാവമില്ലാതിരുന്ന അവസ്ഥയിൽ പോലും കൽപ്പന പാലിക്കാൻ പറ്റിയിരുന്നില്ല. നെഗറ്റീവായിട്ടല്ല അതിനെ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഫരിസേയരും നിയമജ്ഞർക്കും അല്ലെങ്കിൽ മോശയിലൂടെ വന്ന കൽപ്പന യേശുവിലൂടെയുള്ള വീണ്ടും ജനനത്തിലൂടെ പുതിയ വ്യക്തിയായി മാറാതെ ആർക്കും പാലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് യേശുവിലൂടെയുള്ള കൃപയിലൂടെ അല്ലാതെ കൽപ്പന അടിച്ചേൽപ്പിച്ചിട്ട് നീ പാലിക്കണം 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 എന്ന് പറഞ്ഞാൽ പാലിക്കാൻ പറ്റില്ല. ഇനി ഇതിനെ വെച്ച് നിങ്ങൾ സ്ക്രൂ ചെയ്തുകൊണ്ടിരുന്നോ? ആരോടും ആർഗ്യുമെൻ്റ് ചെയ്യരുത്. മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കണ്ട. പക്ഷെ ഒന്ന് മനസ്സിലാകണം, കൽപ്പന പാലിക്കാൻ പറ്റും. എങ്ങനെ പറ്റും? യേശുവിലൂടെ ലഭിച്ചിരിക്കുന്ന പുതിയ സൃഷ്ടിയാകുന്ന അവസ്ഥയിലൂടെ. അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ അഭിഷേക പ്രാർത്ഥനയുടെ വിഷയം. എന്താണ് അഭിഷേകം വേണ്ടത്? നമുക്ക് പുതിയ സൃഷ്ടിയാകുക. അതുകൊണ്ടാണ് ഈ പൗലോസ് ശ്ലീഹ കുറെ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതൊക്കെ പറഞ്ഞതിന് അവസാനം പൗലോസ് പറയാണ്, നിങ്ങൾ പരിച്ഛേദനം ചെയ്യുകയും നിയമം മാത്രത്തിലൂടെയാണ് നീതീകരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ യേശുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. എന്നാൽ ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിൽ പ്രത്യാശിക്കുന്നു, പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിൽ പ്രത്യാശിക്കുന്നു. പരിശുദ്ധാത്മാവിൽ റോക്കോക്കോ ഗാലഫിൽക്കോ ഗാലഫിൽ ഗാല റോക്കോക്കോ ഗാലഫിൽക്കോ. ഗലാസ്യ 5-ാം അധ്യായത്തിൽ 5-നാണോ? 5 4 ഓക്കെ. ഓക്കെ, 5-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനം ശ്രദ്ധിക്കണം. നിയമത്തിലൂടെയാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നതെന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന് പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. അതാണ് മതി. ഇതാണ് നമ്മുടെ ഈ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ അർത്ഥം. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നീതി ലഭിക്കുമെന്ന് പ്രത്യാശിക്കുന്നോ? അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ് വന്നതിന് ശേഷം ശിഷ്യന്മാരിൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. വരുവിൻ. അച്ഛനവിടെ ഉണ്ടോ? നമുക്ക് ഈശോനെ കൊണ്ടുവരാം. അപ്പം നമ്മൾ ഈശോയെയും ഇവിടെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുമ്പോൾ നമ്മൾ ആരാധനയുടെ ഗാനം ആലപിക്കുകയും ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇങ്ങനെയായിരിക്കും അഭിഷേക പ്രാർത്ഥന. നിങ്ങൾ ഈശോയുടെ അടുക്കൽ വന്ന് ഇവിടെ മുട്ടുകുത്തണം, അല്ലെങ്കിൽ മുട്ടുകുത്താൻ പറ്റാത്തവർ നിന്നാൽ മതി. ഞാനും ഡാനിയൽ അച്ഛനും 2 വശത്തും നിന്ന് നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ നീലർ വരുന്നുണ്ട്. വെരി ഗുഡ്. ഒരു മുട്ടുകുത്താനുള്ള സംവിധാനവും വരുന്നുണ്ട്. പുതിയ ആകാശവും പുതിയ ഭൂമി. ഇപ്പം മനസ്സിലായില്ലേ? പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ അന്ത്യവിധി കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും പുതിയ ലോകം മുഴുവൻ രൂപാന്തരപ്പെടുകയും
ലോകം മുഴുവനും രൂപാന്തരപ്പെടുകയും ഒരു പുതിയ വായിക്കാം, ഇതിനകത്ത് വായിക്കാം. 1142 സമയത്തിൻ്റെ പരിസമാപ്തിയിൽ ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിലെത്തും. സാർവത്രിക വിധിക്ക് ശേഷം നീതിമാന്മാർ ശരീരത്തിലും ആത്മാവിലും മഹത്വീകൃതരായി ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ഭരിക്കും. പ്രപഞ്ചം മുഴുവൻ നവീകരിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യവംശത്തെയും ലോകത്തെയും രൂപാന്തരപ്പെടുത്തുന്ന, ലോകത്തെ മുഴുവനും മനുഷ്യവംശം, അന്നുള്ള മനുഷ്യരെല്ലാം കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് രൂപാന്തരപ്പെടുന്ന നിഗൂഢാത്മകമായ ഈ നവീകരണത്തെ വിശുദ്ധ ഗ്രന്ഥം പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് വിളിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും ക്രിസ്തുവിൽ പുനഃപ്രതിഷ്ഠിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ സുനിശ്ചിതമായ സാക്ഷാത്കാരമായിരിക്കും ഇത്. ഈ പുതിയ പ്രപഞ്ചത്തിൽ സ്വർഗീയ ജെറുസലേമിൽ ദൈവത്തിൻ്റെ വാസസ്ഥലം മനുഷ്യരുടെ ഇടയിലായിരിക്കും. അതാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും. പിന്നീട് മരണമുണ്ടായിരിക്കയില്ല, വിലാപമോ കരച്ചിലോ വേദനയോ ഉണ്ടാകയില്ല. പഴയതെല്ലാം കടന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ ഇപ്പോൾ ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ആരും ഓടി പോകരുത്. അത് എല്ലാം കഴിയുന്നത് വരെ ഇവിടെ ഇരിക്കണം. നമ്മൾ ശക്തമായ ഒരു പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുക. ഈ ധ്യാനത്തിൻ്റെ മുഴുവൻ CD ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീണ്ടും കേൾക്കണം. എങ്കിൽ അപ്പോഴാണ് ഓഹോ അതിൻ്റെ അർത്ഥം അങ്ങനെയാണല്ലേ എന്ന് ഈ അഭിഷേകം കഴിഞ്ഞു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഓക്കെ, വരുവിൻ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ അഭിഷേക പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങാം. ആത്മാവെ പരിശുദ്ധാത്മാവിനുള്ള ഗാനം ആലപിച്ച് തുടങ്ങാൻ പോവുകയാണ്.